ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ മഴത്തോരു മുമ്പേയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ വൈജയന്തിയും അതുപോലെ ശിവശങ്കരനും രാജീവനും കമലയും ഒക്കെ കൂടിയിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാലചന്ദ്രനെ എങ്ങനെ ഒതുക്കാം, അലീനയെ വീട്ടിൽ നിന്ന് എങ്ങനെ പറഞ്ഞയക്കാം എന്നൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, കാലെ പിടിച്ച് വലിച്ചു വെച്ച് റോട്ടിലേക്ക് കൊണ്ടുപോയി ഇടണം എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും നിൽക്കണ്ട, നമുക്ക് ആകെ വേണ്ടത് എന്താണ്, അലീനെ അവിടെ നിന്ന് പുറത്താക്കണം, അത്രമാത്രം ചെയ്താൽ പോരെ, അത് നടത്തിയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരാം എന്ന് പറയുമ്പോൾ വൈജയന്തിയും പറയുന്നുണ്ട്, എനിക്കത് മാത്രം ചെയ്ത് കിട്ടിയാൽ മതി, വേറെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതൊന്നും എനിക്ക് വിഷയമല്ല, അലീനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയക്കാൻ മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ എന്താണെങ്കിലും നാളെ പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും ഞാൻ ബാലചന്ദ്രനെ ഒന്ന് വിളിക്കട്ടെ, നമ്മൾ നാളെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് അറിയിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അത് വേണോ എന്ന് ചോദിക്കുകയാണ് രാജീവ്. വേണം, ഞാനിവിടെ വന്നിട്ട് ഒന്ന് വിളിച്ചില്ല പറഞ്ഞില്ല എന്നുള്ളൊരു സംസാരം വരരുതല്ലോ. ഇനി അയാൾക്ക് മറ്റെന്തെങ്കിലും ചുറ്റുപാട് നാളെ ഉണ്ടെങ്കിലോ, നാളെ അയാൾ വീട്ടിലില്ലെങ്കിലോ അതൊക്കെ നമ്മൾ നോക്കണ്ടേ എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഇങ്ങോട്ട് പോകാനാണ്, എവിടെയും പോകത്തില്ല, അവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയാട്ടോ. എന്നാലും അങ്ങനെയല്ലല്ലോ, നമുക്ക് ഞാനൊന്ന് വിളിച്ച് സംസാരിക്കാം, കാരണം അയാളോട് ഞാൻ വളരെ നല്ല രീതിയിൽ മാത്രമേ സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ, ഒരു സുഹൃത്തും ഒരു സഹോദരനും ഒക്കെ പോലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്നൊക്കെ പറയുന്നുണ്ട് ശിവശങ്കരൻ. അങ്ങനെ എന്നാൽ ശിവേട്ടൻ വിളിക്ക് എന്ന് പറയാണ് രാജീവ്. അങ്ങനെ ശിവശങ്കരൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് സിറ്റ് ഔട്ടിൽ അവിടെ കസേരയിൽ വന്നിരുന്നിട്ട് ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്പർ കാണുമ്പോൾ തന്നെ, ശിവേട്ടൻ്റെ നമ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ബാലചന്ദ്രന്. ഹലോ ശിവേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്ര, നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോകാനാണ് ശിവേട്ടാ, വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറയണം. എന്തായി, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ, എങ്ങനെയുണ്ട്, ഒക്കെ ഭേദമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ശിവേട്ടൻ ഇപ്പോൾ എൻ്റെ സുഖവിവരം അന്വേഷിക്കാനല്ല എന്നെ വിളിച്ചത് എന്ന് എനിക്കറിയാം എന്ന് ബാലചന്ദ്രൻ പറയാണ്. നിൻ്റെ സുഖവിവരം കൂടി എനിക്ക് അറിയണമല്ലോ, അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ശിവേട്ട എന്ന് പറയാണ് ബാലചന്ദ്രൻ. എന്ത് മാറ്റമാണ് ബാലചന്ദ്ര വന്നത്? എനിക്കൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ, എനിക്ക് എന്നും അന്നും ഒക്കെ ഒരുപോലെ തന്നെയാണ്. ബാലചന്ദ്രനും വൈജയും എൻ്റെ സഹോദരിയുടെ ഭർത്താവ് തന്നെയാണ് ബാലചന്ദ്രൻ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, സഹോദരിയുടെ ഭർത്താവ് തന്നെയാണ്, പക്ഷേ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ മറ്റൊരു ചിന്ത കൂടി ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇങ്ങനെ എഴുതാപ്പുറം ഒന്നും വായിക്കണ്ട ബാലചന്ദ്ര എന്ന് പറയാണ് ശിവശങ്കരൻ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ നിങ്ങൾ എത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ ഇന്ന് രാവിലെയാണ് എത്തിയത്. പിന്നെ എന്താ ഇത്ര അർജൻറ്റായിട്ട് വരാൻ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ്, ഇവിടെ ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തീർക്കാമെന്ന് കരുതിയാണ് വന്നത് എന്ന് പറയണം. അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണോ വൈജയന്തിയെ കൂടി അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയല്ലല്ലോ ബാലചന്ദ്ര പ്രശ്നം, വൈജയന്തി പറയുന്നത് കടപ്പാട്ടൂരാണ് പ്രശ്നങ്ങൾ എന്നാണല്ലോ എന്ന് പറയട്ടോ ശിവശങ്കരൻ. ഇവിടെ എന്ത് പ്രശ്നങ്ങളാണ് ശിവേട്ട, ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രനോട് ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, അവിടെയാണ് മൊത്തം പ്രശ്നങ്ങൾ എന്നാണല്ലോ വൈജയന്തി പറയുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാനാണെങ്കിൽ ശിവേട്ട, ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ തീർക്കാനാണെങ്കിൽ ശിവേട്ടൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ പറയണത്, എനിക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നും അവിടെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നിലവിൽ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നെക്കൊണ്ട് തീർക്കാൻ പറ്റുമെന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ശിവേട്ടൻ്റെ വിശ്വാസം ശിവേട്ടനെ രക്ഷിക്കട്ടെ, അല്ലാതെ എനിക്കിപ്പോൾ ഇതിലൊന്നും പറയാനില്ല എന്ന് പറയണം. അതെന്താ ബാലചന്ദ്ര താൻ അങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്, എനിക്കെന്തേ പ്രശ്നങ്ങൾ തീർക്കാനുള്ള കഴിവില്ലേ, എന്നെക്കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പെങ്ങളുടെ ഒരു ജീവിത പ്രശ്നം, കുടുംബ പ്രശ്നം തീർക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഒരു സഹോദരനാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ശിവശങ്കരൻ ബാലചന്ദ്രനോട്. അതൊക്കെ ശരിയാണ്, ശിവേട്ടൻ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ശിവേട്ടനെ കൊണ്ടെന്നല്ല ആരെക്കൊണ്ടും തീരത്തില്ല, ആരെക്കൊണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ശിവേട്ടൻ ഇങ്ങോട്ടേക്ക് വന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും നോക്കട്ടെ, ഞാൻ നാളെ വരുന്നുണ്ട് അങ്ങോട്ട്, ഞാൻ തന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞു എന്ന് മാത്രം എന്ന് പറയണം. ശരി ശിവേട്ടൻ വന്നു, നമുക്ക് സംസാരിക്കാം, ശിവേട്ടൻ വാ, എന്താണെങ്കിലും നാട്ടിൽ വന്നതല്ലേ,
സംസാരിക്കാൻ കുറേ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ തനിച്ചൊന്നല്ല വരുന്നത്, രാജീവ് വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. ഓ അയാളും വന്നിട്ടുണ്ടല്ലേ, ആ വരട്ടെ വരട്ടെ, എനിക്ക് ആ പുള്ളിയെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട് എന്ന് പറയണേ. അതെന്താ ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു കണക്കുണ്ട് ശിവേട്ട, അതൊക്കെ ഒന്ന് തീർക്കണ്ടേ എന്ന് പറയണം. എന്നാൽ ശിവേട്ടൻ വന്നോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങോട്ടേക്ക് വന്നോ, ഇവിടെ തന്നെ ഉണ്ടാകും, എങ്ങോട്ടും ഒളിച്ചോടി പോകുന്നൊന്നുമില്ല, എല്ലാം നേരിടാൻ ഉള്ള തയ്യാറെടുപ്പിൽ തന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. എന്നാൽ ശരി ശിവേട്ട എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഫോൺ വെക്കുകയാണ്. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ശിവേട്ടൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അയാൾ എന്ത് പറഞ്ഞു ശിവേട്ട എന്ന് ചോദിക്കുകയാണ്. അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് രാജീവ, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്താ അയാൾ പറഞ്ഞത്? അവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീർക്കാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അത് അയാളുടെ വെറും വ്യാമോഹം മാത്രമാണ്, ഇപ്രാവശ്യം നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാലും അയാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, എന്നോടൊക്കെ വളരെ റെസ്പെക്റ്റായിട്ട് വളരെ നല്ല രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്, ഇപ്പോൾ എന്തൊക്കെയോ ഭാവമാറ്റങ്ങളുണ്ട് എന്ന് പറയണം. അയാൾക്ക് അഹങ്കാരമാണ് ശിവേട്ട. പണ്ട് നമ്മുടെ വീടിൻ്റെ പിന്നാമ്പുറത്തിരുന്ന് അമ്മ ഇട്ട് കൊടുക്കുന്ന എച്ചിൽ വരെ എന്ന് പറഞ്ഞ പോലെ കഴിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പോൾ അയാൾക്ക് പണം കൈവന്നതിൻ്റെ അഹങ്കാരമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇനി സംസാരിക്കരുത്, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അയാൾ ഇന്ന് വൈജിയുടെ ഭർത്താവാണ്, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാണണം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ശിവേട്ട നമ്മളെല്ലാവരും കണ്ടിരുന്നത് എന്ന് പറയട്ടോ. എന്നാലും ഗംഗേട്ടൻ എന്തുകൊണ്ടായിരിക്കും ഇവിടെ വന്നിട്ട് ബാലചന്ദ്രൻ്റെ സൈഡ് പിടിച്ചുകൊണ്ട് പോയത് എന്ന് ചോദിക്കുകയാണ് ശിവേട്ടൻ. അതെനിക്ക് അറിയത്തില്ല ശിവേട്ട, ഞാൻ പിന്നെ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഗംഗേട്ടനാണെങ്കിൽ അവളെ വൈജയെ അടിച്ചു, ആഗ്രയിലെ കാര്യങ്ങളൊക്കെ മക്കളോട് വരെ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു എന്ന്. അങ്ങനെയൊക്കെ ശിവേട്ടൻ പറയാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മുടെ ശിവശങ്കരൻ ഇങ്ങനെ രാജീവിനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തി തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാട്ടോ. തിരിച്ചെത്തുന്ന സമയത്ത് ഇവിടെ ചായ കൊടുക്കുന്ന ഒരു ടൈമായിരുന്നു, വൈകുന്നേരമായ സമയത്ത്. അപ്പോൾ കൃഷ്ണയും ബബിതയും രോഹിത്തും ഒക്കെ ഉണ്ട്. കൃഷ്ണ അലീന ഉണ്ടാക്കിയ സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വൈജയന്തി കയറി വരുന്നത്. വൈജയന്തി വന്ന ഉടനെ തന്നെ അലീനയോട് ഭയങ്കര ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. അവിടെയാണെങ്കിൽ ബബിതയും അവരുടെ കൂടെ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. ബബിതയും കൂടി ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ബബിതയ്ക്ക് പിന്നെ ക്ഷമയൊക്കെ നശിച്ചു. ഇനിയിപ്പോൾ വേറെ വഴിയില്ല, അലീന ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ട് കൃഷ്ണ നിർബന്ധിച്ചിട്ടാണെങ്കിലും ബബിതയും വന്നിരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ആ സമയത്താണ് വൈജയന്തി കയറി വരുന്നത്. അപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് ഇതൊക്കെ കൂടി കാണുമ്പോൾ. വൈജയന്തി എന്നിട്ട് അലീനയോട് ഭയങ്കര ദേഷ്യത്തോട് സംസാരിക്കുന്നുണ്ട്. മതിയടി, നിൻ്റെ ഇവിടുത്തെ സേവനം മതി, നിൻ്റെ ഇവിടുത്തെ എല്ലാ പരിപാടികളും തീർന്നു, നീ ഇവിടെ നിന്ന് ഇനി പോവുകയാണ്, നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോവാണ്, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ നിന്നെ പറഞ്ഞയക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മാഡത്തിന് ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ചായയും സൽക്കാരം സ്വീകരിക്കാനല്ല ഞാൻ വന്നത്, ഇത് എൻ്റെ വീടാണ്, എനിക്കിവിടെ ചായയും എന്ത് വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റുമെന്ന് പറയുമ്പോൾ, അത് ചെയ്യരുതെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എന്ന് പറയട്ടോ. അവളുടെ ഒരു അച്ഛൻ വന്നേക്കുന്ന മര്യാദക്ക് ആ വിളി നിർത്തുന്നതാണ് നിനക്ക് നല്ലത്. എന്താണെങ്കിലും അധികം നിന്നെക്കൊണ്ട് ആ വിളി വിളിപ്പിക്കത്തില്ല. നാളെ എൻ്റെ ബന്ധുക്കളും എൻ്റെ വീട്ടുകാരും ഒക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്ക് ആരും ഇല്ലാത്തവളൊന്നുമല്ല ഞാൻ, എനിക്ക് ബന്ധുബലം ഒരുപാടുണ്ട്. എൻ്റെ ആങ്ങളമാരും എൻ്റെ ബന്ധുക്കളുമായിട്ട് കുറേ പേര് നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെല്ലാവരും കൂടി നിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയണം അലീനയോട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബബിതയ്ക്കും രോഹിത്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൃഷ്ണയും അലീനയും ആകെ പകച്ചിങ്ങനെ നിൽക്കുകയാണേ. വൈജയന്തിയോടാണ് നീ കളിച്ചത്, തീക്കളിയാണ് നീ കളിച്ചത്, ആ കളി ഞാൻ തിരിച്ച് കളിക്കാൻ പോവാണ്. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഇവിടെ നിന്ന് വിടത്തുള്ളൂ. നാളെ എൻ്റെ ആങ്ങളമാർ നിന്നെ ഇവിടെ കൂടെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി തള്ളും, നീ കാത്തിരുന്നോ ആ നാളത്തെ ആ ദിവസത്തിന് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അലീനയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയാണെങ്കിൽ ഇതിനിപ്പോൾ മറുപടി എന്ത് പറയണമെന്നറിയാതെ ആകെ ഇങ്ങനെ പകച്ച് നിൽക്കുകയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് വൈജയന്തി അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ, റൂമിലേക്ക് പോവാണ്. അലീന ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ബബിതയും രോഹിത്തും വന്നിട്ട് പറയുന്നുണ്ട്, തീർന്നടി, നീ നാളത്തോട് കൂടിയിട്ട് നിൻ്റെ ഇവിടുത്തെ താമസവും നിൻ്റെ അച്ഛൻ വിളിയും മകളുകളിയും ഒക്കെ തീർന്നു. ഞങ്ങളുടെ അച്ഛനെ നീ അച്ഛാന്ന് വിളിക്കുന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യപ്പെട്ടുകൊണ്ട് അവരും സംസാരിച്ചിട്ട് പോവാണ്. കൃഷ്ണയാണെങ്കിൽ വന്നിട്ട് ആകെ വിഷമത്തോട് കൂടിയിട്ട് ചേച്ചി എന്ന് വിളിക്കുമ്പോൾ, ഒന്നുമില്ല മോളെ, സാരമില്ല എന്ന് പറഞ്ഞിട്ട് അലീന അവളിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലീന ബാലചന്ദ്രൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുന്ന കേട്ടോ. അച്ഛ എന്ന് വിളിച്ച് അകത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്ത് പറ്റും, അപ്പോൾ ചായയും സ്നാക്സൊക്കെ ആയിട്ട് ചെല്ലുന്നതാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ശിവേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയട്ടോ. മാഡം വന്നപ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി, താഴെ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ കേട്ടു, എന്താണ് അവൾ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നാളെ ആരൊക്കെയും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നോ, എന്നെ ഇവിടെ നിന്ന് വലിച്ചു വെച്ച് പുറത്താക്കുന്നൊക്കെ പറഞ്ഞു എന്ന് പറയട്ടോ.
നീ പേടിച്ചു പോയോന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല സാർ. സാറോ അല്ല അച്ഛ, എനിക്ക് ആകെ സങ്കടമാണ്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർന്നു കിട്ടിയെങ്കിൽ അത്രയും നല്ലതല്ലായിരുന്നോ എന്ന് ചോദിക്കുക. ഞാൻ പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങുമെങ്കിൽ ഞാൻ പോകുന്നതല്ലേ അച്ഛാ നല്ലത് എന്ന് ചോദിക്കുകയാണ്. നീ പോയതുകൊണ്ട് ഈ പ്രശ്നം തീരില്ല എന്ന് നിനക്ക് തന്നെ അറിയാലോ, പിന്നെ എന്തിനാണ് വീണ്ടും നീ അതിനിങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അതല്ല അച്ഛാ, എന്നാലും എനിക്ക് ആകെ പേടിയാകുന്നു. എല്ലാവരും കൂടെ ഈ വീട്ടിൽ വന്ന് ഒരു വിഷയമായി ഇതൊക്കെ സംസാരിക്കാൻ നിൽക്കുമ്പോൾ അച്ഛൻ എങ്ങനെ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുകയാണ്. അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം ചെയ്യും, നിന്നെ ഇവിടെ നിന്ന് തുരത്തുക എന്നതാണല്ലോ അവരുടെയൊക്കെ ആവശ്യം. അവരിങ്ങോട്ടേക്ക് വരട്ടെ, ഞാൻ അവരുടെ ആവശ്യമൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. തൽക്കാലം നീ നാളെ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോകാൻ റെഡി ആയതല്ലേ, നീ നാളെ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പൊക്കോ, വിഷയമൊന്നുമില്ല. നീ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അപ്പോഴേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഓക്കെ ആക്കിക്കോളാം എന്ന് പറയാട്ടോ. അത് വെച്ചാൽ നാളെ അവർ വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ എന്നൊക്കെ ചോദിക്കാട്ടോ. ഓ, നീ അവരെ പേടിച്ച് ഓടിപ്പോയതാണെന്ന് വിചാരിക്കുന്നതാണോ? ഒന്നുമില്ല, നീ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് അല്ലേ പോകുന്നത്, നീ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോ. അവർ വന്ന് തിരിച്ചു പോകട്ടെ. ബന്ധുക്കളെയും കൂട്ടിയിട്ട് അവളുടെ ആങ്ങളമാർ വരില്ലേ, അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം. നീ ഒരു കാര്യം ചെയ്യ്, നീ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ വിളിക്കാം നിന്നെ എന്നൊക്കെ പറയാണ് അലീനയോട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ആകെ പേടിയാവും, അച്ഛനെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോകാൻ എനിക്ക് പേടിയാണ്. അവരെന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് എന്നെക്കുറിച്ച് ഇത്രയും പേടിയും ഒക്കെ ഇല്ലേ, നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ, അത് എൻ്റെ മക്കൾക്കില്ലല്ലോ എന്നോട് എന്ന് പറയട്ടോ. അവർക്ക് ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അച്ഛാ, അവർക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ നിൽക്കുന്നത്. സാരമില്ല, എന്നെ നോക്കാൻ എനിക്കറിയാം. അങ്ങനെയല്ല അച്ഛാ, അച്ഛൻ ഇപ്പം കുറച്ച് റെസ്റ്റൊക്കെ വേണ്ടതല്ലേ, മുഴുവൻ അതൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, ഒരുപാട് സ്ട്രെയിൻ ചെയ്യരുത്, ടെൻഷൻ ആവരുത് എന്നൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞത്. അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അച്ഛന് ടെൻഷൻ കയറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനും കയറില്ല മോളെ, നീ അതോർത്ത് നീ വിഷമിക്കേണ്ട. കാരണം എനിക്ക് ഒരിക്കലും ടെൻഷൻ കയറില്ല, ഞാൻ അതൊക്കെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്ന് പറയണം. അതല്ല, ടെൻഷൻ കയറില്ലെങ്കിലും അച്ഛനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അത് അച്ഛൻ്റെ ബോഡിയെ ബാധിക്കുമെന്ന് പറയട്ടോ. ഇല്ല, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ ഓവറായിട്ട് അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യാനോ ഒന്നിനും നിൽക്കില്ല, നിനക്ക് ഞാൻ വാക്ക് തരാം. നീ ഒരു ടെൻഷനും വേണ്ട, നീ രവതിക്കുട്ടി എന്ന് വിളിച്ച് പറഞ്ഞിട്ട് നീ ഒന്ന് അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയാട്ടോ. അപ്പോൾ എന്നാൽ ശരി അച്ഛാ എന്നും പറഞ്ഞിട്ട് പിന്നെ അലീന മനസ്സോടെ റൂമിൽ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിയതിന് ശേഷം അലീന രേവതിക്കുട്ടിയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടിക്കാകെ പേടിയാവുന്നുണ്ട് ചേച്ചി. അപ്പോൾ ചേച്ചി കൂടി ഇപ്പോൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ, അവർ സാറിനെ തല്ലാനെങ്ങാനുമാണോ വരുന്നത്? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ. കാരണം മക്കളുടെ മുന്നിലൊക്കെ വെച്ച് സഹോദരിയുടെ ഭർത്താവിനെ തല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എന്ത് കാര്യത്തിനാണ്, അയാളുടെ വീട്ടിൽ കയറിയിട്ട് തല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ മോശമല്ലേ. അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അച്ഛൻ അങ്ങനെയൊന്നും നിന്ന് കൊടുക്കത്തില്ല. അച്ഛനൊന്ന് ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി. അതേ മോളെ, അതൊക്കെ ഒരു വലിയ കഥയാണ്, ഞാൻ അവിടെ നിൻ്റെ അടുത്ത് വരുമ്പോൾ പറയാം എന്ന് പറയട്ടോ. എന്നാലും ചേച്ചി എനിക്ക് എന്തോ ഭയം തോന്നുന്നു ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതിക്കുട്ടി. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കും അങ്ങനത്തെ ടെൻഷൻസൊക്കെ ഉണ്ട്, പക്ഷേ അച്ഛൻ എന്നോട് നിൻ്റെ അടുത്തേക്ക് വരാനാണ് പറഞ്ഞേക്കുന്നത്. നാളെ അവരിവിടെ വരുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ഇരയായിട്ട് എന്നെ ഇട്ട് കൊടുക്കണ്ട എന്നാണ് അച്ഛൻ്റെ തീരുമാനം എന്ന് പറയണം. എന്നാൽ ചേച്ചി നാളെ വാ, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ചേച്ചി പോകുമോ അതോ ഇവിടെ തന്നെ നിൽക്കും ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല മോളെ, അച്ഛൻ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. രാവിലെ നമ്മുടെ ശിവശങ്കരനും അതുപോലെ നമ്മുടെ രാജീവും കമലയും ഒക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് കൊല്ലപ്പള്ളിയിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പം അതേപോലെ നമ്മുടെ ഈ രാവുണ്ണിയമ്മയുടെ മക്കളൊക്കെ വന്നത് കാരണം വൈജയന്തിയും അങ്ങോട്ടേക്ക് രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയമാകുമ്പോഴേക്ക് അലീന വീട്ടിൽ നിന്ന് രേവതിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ അത് വൈജയന്തി അറിയുന്നില്ല കേട്ടോ. അലീന പോയ കാര്യമൊന്നും വൈജയന്തി അറിയുന്നില്ല. അങ്ങനെ ശിവശങ്കരൻ രാവിലെ വിളിക്കുന്നുണ്ട്, ബാലചന്ദ്രനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അവളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടേ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരത്തുള്ളൂ എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ശിവേട്ടൻ വാ, ഇനി എത്ര പേരെ കൂട്ടിയിട്ടാണെങ്കിലും ശിവേട്ടൻ ഇങ്ങോട്ടേക്ക് പോര്, എനിക്ക് അതൊരു വിഷയമേ അല്ല എന്ന് പറയണം. നീ എന്തൊക്കെ അടവ് കാണിച്ചാലും ഇപ്രാവശ്യം നിൻ്റെ ഒരടവും എൻ്റെ അടുത്ത് നടക്കത്തില്ല. ഗംഗേട്ടനെ നിനക്ക് എന്തെങ്കിലും സൂത്രം പറഞ്ഞ് ഒതുക്കാൻ പറ്റിയേക്കും, രാജീവനെ നിനക്ക് കബളിപ്പിക്കാൻ പറ്റിയേക്കും, പക്ഷേ
അറിയാലോ ഇത് ശിവശങ്കരനാണ്, അറിയാലോ എന്ന് പറയുമ്പോൾ അറിയാം ശിവേട്ട, എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം. കൂടുതലും അറിയാതിരുന്നത് ശിവേട്ടൻ്റെ പെങ്ങളെയാണ്. ആ പെങ്ങളെ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശിവേട്ടൻ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് കയറിപ്പോര് എന്ന് പറയുകയാണേ ബാലചന്ദ്രൻ. അങ്ങനെ ആ ശരി എന്നും പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. അപ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് എന്താണ് അയാൾ പറയണതെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ ഒരു പെരുമാറ്റം വളരെ സ്ട്രേഞ്ച് ആയിട്ടാണ് തോന്നുന്നത്. ഒരു പിടുത്തവും കിട്ടുന്നില്ല അയാളുടെ പെരുമാറ്റം എന്ന് പറയാട്ടോ. അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അയാളുടെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അയാൾ എന്തൊക്കെയോ മുള്ളും മുനയും വെച്ച് സംസാരിക്കുന്നുണ്ട്. അയാളോട് ഇങ്ങനെ എല്ലാവരും കൂടി ചെന്ന് സംസാരിച്ചിട്ടും കാര്യമുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ശിവേട്ട, നമ്മളെല്ലാവരും കൂടി ചെല്ലുമ്പോൾ തന്നെ അയാൾ ആകൊന്ന് പകച്ചു പോകും എന്ന് പറയാണ് രാജീവ്. അതിനെ സപ്പോർട്ട് ചെയ്ത് കമലയും സംസാരിക്കുന്നുണ്ട്. എന്നാൽ ശരി നമുക്ക് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കണം. അപ്പോൾ ആ സമയത്താണ് രൗണ്യമ്മയുടെ മക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത്. അതുപോലെ വൈജയന്തിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരെയും കൂടി കൂട്ടി അങ്ങോട്ട് പോകാമെന്നുള്ള രീതിയിലാണ്, കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ട് പോകാമെന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് അങ്ങനെ അവരെല്ലാവരും കൂടി പോവുകയാണ്, കടപ്പാട്ടൂർ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആ ഒരു സമയത്താണ് അലീന അവിടെ ഇല്ല എന്നുള്ള കാര്യം ബബിത വന്ന് പറയുന്നത്. അത് വൈജയന്തിക്ക് ശരിക്കും ഒരു ഷോക്കാണ്. അപ്പോൾ അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തി എന്ന് തോന്നുക കേട്ടോ അലീന. അപ്പം നമ്മളെല്ലാവരും കൂടി വരുന്നത് കാരണം അവളെ പറഞ്ഞു വിട്ടു എന്നുള്ള ഒരു ഇതാണ് രാജീവ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ പേടിയുണ്ട് എന്നുള്ള രീതിയിൽ ആക്കി മാറ്റുകയാണ്. പക്ഷേ അതൊന്നുമല്ല കാരണമെന്നുള്ളത് പിന്നീട് ബാലചന്ദ്രൻ വന്ന് സംസാരിക്കുമ്പോഴാണ് ഇവരൊക്കെ മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ബാലചന്ദ്രൻ്റെ വായിലിരിക്കുന്നത് കേൾക്കാൻ റെഡി ആയിട്ടാണ് താഴെ എല്ലാവരും വന്നിരിക്കുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ അതിനിടയ്ക്ക് ഇവരൊക്കെ വരും എന്ന് പറഞ്ഞാൽ ഫോൺ വിളിച്ച സമയത്ത് തന്നെ തോക്കൊക്കെ എടുത്ത് ഒന്ന് മിനുക്ക് പണി നടത്തി വെക്കുന്നുണ്ട് കേട്ടോ. തോക്കെടുത്ത് പൊട്ടിക്കാനല്ല, എന്നാലും അത് വെച്ചൊന്ന് ഭീഷണിപ്പെടുത്താന്നുള്ളൊരു രീതിയിൽ അതൊക്കെ എടുത്ത് നോക്കുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. വരട്ടെ, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരട്ടെ, ബാലചന്ദ്രൻ്റെ മടയിലേക്ക് എല്ലാവരും വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക് എന്നുള്ളൊരു ഭാവത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ അലീനയാണെങ്കിൽ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് എത്തുകയാണ്. രേവതിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ രേവതിക്കുട്ടിയുടെ അടുത്ത് എത്തിയിട്ടുള്ള സ്റ്റോറിയൊക്കെ ഞാൻ ഉടനെ തന്നെ പറഞ്ഞ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.